നമസ്കാരം. ഇന്നലെ ഷാജസ്കറിയെ അന്യായമായി അറസ്റ്റ് ചെയ്യുകയും അവസാനം ഷർട്ടിടാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും കോടതിയിൽ എത്തിയപ്പോൾ നാണം കെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷാജസ്കറിക്കെതിരെ ഏതെങ്കിലും കേസ് എടുക്കുമ്പോൾ 10 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്ന്. എന്നാൽ 10 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഏതോ ഒരു കേസ് FIR ഇട്ട് ആ FIRന്റെ പേരിൽ നോൺ ബെയിലബിൾ വകുപ്പാണെന്ന് കണ്ട് ആ വകുപ്പ് പ്രകാരം അദ്ദേഹത്തെ യാതൊരു ചോദ്യം ചെയ്യലോ നോട്ടീസോ കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാതെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് കോടതി ലക്ഷ്യമാണ്. ഇതേ സൈബർ പോലീസ് തിരുവനന്തപുരമാണ് ഈ അടുത്ത കാലത്ത് എനിക്കെതിരെ ഒരു കേസ് ഫ്രെയിം ചെയ്തത്. അതെന്താണെന്ന് അറിയാമോ? ഞാൻ അതിൻ്റെ ആ കേസിന് ആസ്പദമായ ഭാഗം മുന്നിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ മുന്നിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും അശ്ലീലമുണ്ടോ? ഞാൻ സിന്ധു ജോയിനെ പറ്റി പറഞ്ഞത് അവരെ കറിവേപ്പില പോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, വലിച്ചെറിഞ്ഞു. അതിന് കാരണം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ VS അച്യുതാനന്ദൻ എന്താണ് ഇവരെ പറ്റി പറഞ്ഞത്? ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ പറഞ്ഞിട്ടുള്ളത് ഈ സിന്ധു ജോയെ കുറിച്ച്. അപ്പം സിന്ധു ജോയെ കുറിച്ച് അവർ പറഞ്ഞത് മാത്രമല്ല, അവരെ എല്ലാ തരത്തിലും ഉപയോഗിച്ച ശേഷം അവരുടെ എനർജി എല്ലാം ഊറ്റിയെടുത്ത ശേഷം സമരരംഗത്ത് തീജ്വാലിയായി പ്രവർത്തിച്ച സിന്ധു ജോയെ അടിച്ച് ശരിയാക്കി കാല് പൊട്ടിച്ച കാര്യമൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു തീപ്പന്തം പോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവസാനം ചവറ്റുകൊട്ടയിൽ കരിവേപ്പില പോലെ എറിഞ്ഞതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് കുറേ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ എന്താ പറഞ്ഞത്? അവരെ കൊണ്ട് നമ്മുടെ MA ബേബി അവരെ രാഷ്ട്രീയ പഠന കളരിക്ക് വേണ്ടി ഇവിടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളിൽ പോലും സഞ്ചരിച്ച് അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. എറണാകുളത്ത് SFI നേതാവായിരുന്ന നമ്മുടെ സിന്ധു ജോയിയെ അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് കളമശ്ശേരി ഗുസാറ്റിൽ നിന്നും മടങ്ങി വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് കൂടുതൽ ക്ലാസ് കൊടുക്കാനായിരിക്കാം എറണാകുളം റിനൈസൻസ് ഹോട്ടലിൽ റൂം എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ പത്രക്കാർ വളഞ്ഞപ്പോൾ നേരെ ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കേണ്ടി വന്നു. ശരിക്കും ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കാത്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഗസ്റ്റ് ഹൗസിൽ ഇവർക്ക് പോയി അവിടെ നിന്ന് സംസാരിക്കാമല്ലോ, പകരം എന്തിനാണ് റിനൈസൻസ് ഹോട്ടലിൽ പോയത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിനെക്കുറിച്ച് ദേശാഭിമാനിയുടെ എഡിറ്റർ തന്നെ ശക്തിധരൻ തന്നെ വളരെ വിശദമായിട്ടൊരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇതിൽ എവിടെയെങ്കിലും ഒരു അശ്ലീല ചൊവ്വയോ അല്ലെങ്കിൽ അവരെ പറ്റി മോശമായി പറയുകയോ ചെയ്തില്ല. പകരം അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അതായത് സിന്ധു ജോയിയെ എല്ലാ തരത്തിലും കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. അവർ കഷ്ടപ്പാടും ത്യാഗങ്ങളും പോരാട്ടങ്ങളും നടത്തി, അടിയും ഇടിയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ അവരെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിന്റെ പേരിൽ സിന്ധു ജോയെ കൊണ്ട് ഒരു കള്ളപ്പരാതി കൊടുത്തു. ഞാൻ MA ബേബി അഖിലേന്ത്യാ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം കള്ളനും പെരുങ്കള്ളനും പെണ്ണുപിടിയനാണെന്ന് അദ്ദേഹം കോടതിയിൽ തന്നെ രേഖകൾ കൊണ്ട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പാഠം മാസികയിൽ തേരാപ്പാര എന്ന് പറയുന്ന ലേഖനമുണ്ട്. അതേപോലെ ലൈംഗിക പരിശ്രയിക്ക, MA ബേബിയുടെ ലൈംഗിക പരിശ്രയിക്ക, അതേപോലെ ചവിട്ടിത്തടവൽ എന്ന് പറയുന്ന മാതൃഭൂമിയിലെ ബെർലിൻ കുഞ്ഞൻ നായരുടെ ലേഖനം. ഈ ലേഖനത്തിലെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ കിളിയൂരിലെയും കവിയൂരിലെയും പെൺകുട്ടികളെ പിച്ചു ചീന്തിയ ഈ മഹാൻ അദ്ദേഹം സ്വരലിയുടെ പേരിൽ അവിടെ വരുന്ന പെൺകുട്ടികളെ എല്ലാം പലർക്കും കൂട്ടിക്കൊടുക്കലായിരുന്നു എന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിൽ ഒരു പാർട്ടായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത സിന്ധു ജോയിയെ ഇങ്ങനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. അതായത് MA ബേബിയുടെ വലങ്കൈയായിരുന്നു അദ്ദേഹം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴിതാ എനിക്കെതിരെ തിരുവനന്തപുരം കോടതി സൈബർ പോലീസ് കേസെടുത്തു. എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിയതെന്ന് അറിയാമോ? ഒരിക്കലും നിലനിൽക്കാത്ത വകുപ്പുകളാണ് ചേർത്തിയിട്ടുള്ളത്. IT Act 67A 67, അതേപോലെ പുതിയ വകുപ്പ് 75, പുതിയ വകുപ്പ് BNS 79, പിന്നെ 306, അങ്ങനെയുള്ള വകുപ്പുകളാണ് ചേർന്നത്. ഇതിൽ ഒന്നും തന്നെ ഈ കേസുമായി നിലനിൽക്കുന്നതല്ല. FIR ചവറ്റുകൊട്ടയിൽ എറിയേണ്ട ഒരു FIR ആണ്. അതിനെയാണ് തിരുവനന്തപുരം കോടതി ഇപ്പോൾ എന്നെ തൊട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇട്ടിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതി എന്നെ തൊട്ട് പോകരുത്, എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ക്രിമിനൽ MPയുടെ വാദം കഴിയുന്നവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കള്ളക്കേസ് എടുക്കുക, എന്നെ അറസ്റ്റ് ചെയ്യുക, ഓഫീസ് റെയ്ഡ് ചെയ്യുക, അവിടെ സാധനങ്ങൾ കടത്തുക എന്നൊക്കെയാണ് ഇവരുടെ കലാപരിപാടി. ആരുടെ? പോലീസെല്ലാം മുകളിൽ നിന്ന് പിണറായി വിജയൻ പറയാതെ എന്നെ തൊടുമോ? പിണറായി വിജയൻ പറയാതെ ഷാജസ്കറിയെ തൊടുമോ? കേരളത്തിലെ പോലീസുകാർക്ക് നന്നായിട്ട് എന്നെയും ഷാജസ്കറിയൊക്കെ അറിയാം.
പക്ഷേ അവർ എന്തുകൊണ്ടാണ് ഷാജി സ്കറിയയും എന്നെയൊക്കെ വേട്ടയാടുന്നത്? അവർക്ക് താല്പര്യമുണ്ടായിട്ടുള്ള വന്ന പോലീസുകാർ ഓരോരുത്തരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിന് നമ്മുടെ എറണാകുളത്തെ AC ജയകുമാർ അടക്കം എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് പറയുന്നത് കേൾക്കാതിരുന്നാൽ ഞങ്ങളെ സ്ഥാനം പോവില്ലേ എന്നുള്ളത്. പക്ഷെ അടിമകളെ പോലെ വൃത്തികേട് കാണിക്കുന്ന ചില പോലീസ് ഓഫീസർമാരുണ്ട്. അതാണ് ഇന്നലെ കാണിച്ചിട്ടുള്ളത്. ഷാജി സ്കറിയന്റെ ഷർട്ട് ഇടാൻ പോലും സമ്മതിക്കാതെ ആഭാസപരമായി അദ്ദേഹത്തെ പൊതുജനത്തിന് മുന്നിൽ കൊണ്ടേ പ്രദർശിപ്പിക്കാനുള്ള അവരുടെ പ്രവണത കേരള പോലീസ് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു, അത്ര അപരിഷ്കൃതരാണ് ഇവരെന്ന് തെളിയിക്കുന്നതാണ്. എന്തായാലും എൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം സൈബർ പോലീസ് എടുത്ത കേസിൽ എനിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. ജാമ്യമല്ല, എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ആ തെളിവാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജ് 6th ആണ് എനിക്ക് ഓർഡറുടെ ജസ്റ്റിസ് ജഡ്ജ് വിഷ്ണു കെ അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ എൻ്റെ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. എനിക്കെതിരെ നിരന്തരമായി കള്ളക്കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കേസ്. ഈ കേസിൽ ഇൻഗ്രീഡിയൻ്റ് ഇല്ല, എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് പറയുന്നില്ല, വെറുതെ ഒരു കേസ് എടുത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുകയും എനിക്ക് അപ്പോൾ തന്നെ ജാമ്യം നൽകുകയും എന്നെ അറസ്റ്റ് ചെയ്തതെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ശേഖർ ജി തമ്പിയായിരുന്നു എനിക്ക് വേണ്ടി ഹാജരായത്. അവിടെ ശാസ്തമംഗലം അജിത് കുമാർ എന്ന പ്രശസ്തനായ അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ ഹിയറിംഗ് കൊണ്ട് തന്നെ ഇന്നെ തൊട്ട് പോകരുതെന്ന് കോടതി ഉത്തരവിട്ട്. കാരണം കോടതിക്ക് പൂർണ്ണമായി ബോധ്യമായി ഇതൊരു കള്ളക്കേസാണെന്നുള്ളത്. For hearing on 7/5/2025, investigating officer is directed not to arrest petitioner till the disposal of this criminal MC. Pronounced in open court on this 2nd May 2025. അതായത് എന്നെ ക്രിമിനൽ MC-യിലെ വിധി, മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത ഹർജിയിലെ വിധി വരുന്നവരെ, അത് എപ്പോഴാണോ വരുന്നത് അതുവരെ എന്നെ തൊടാൻ പാടില്ല എന്നാണ് തിരുവനന്തപുരം സൈബർ പോലീസിനോട് കൃത്യമായി തിരുവനന്തപുരം സെഷൻസ് ജഡ്ജ് ഉത്തരവിട്ടിരിക്കുന്നത്. സുപ്രധാനമാണ്. കാരണം കള്ളക്കേസ് എടുക്കുക, നേരെ ഓഫീസിലേക്ക് വരിക, അവിടെ നിന്ന് റെയ്ഡ് ചെയ്യുക, വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക, ഷട്ടറിടാതെ അറസ്റ്റ് ചെയ്യുക, ഇനി ഒടുതുണിയില്ലാതെയും ചിലപ്പം വരും അറസ്റ്റ് ചെയ്തെന്ന് വരും. അത്രയും അപരിഷ്കൃതരായി മാറിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഗുണ്ടാ സംഘങ്ങളായി മാറുന്ന പോലീസുകാരെ, നിങ്ങൾക്ക് നാണമില്ലേ പിണറായി വിജയന്റെ ഈ സംസാരം കേട്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ? നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്നുള്ളത്? ഇവിടെ എവിടെയാണ് സിന്ധു ജോയെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടുള്ളത്? നേരത്തെയും സിന്ധു ജോയ് എനിക്കെതിരെ ഒരു കള്ളപ്പരാതി PV അൻവറിന്റെ സഹായത്തോടെ എറണാകുളത്ത് കൊടുത്തിരുന്നെങ്കിലും കോടതി അപ്പോൾ തന്നെ അതെടുത്ത് വലിച്ചെറിഞ്ഞ് എനിക്ക് ജാമ്യം തന്നു. മാത്രമല്ല എന്നോട് പറഞ്ഞത് എനിക്കെതിരെ ഇതിൽ പറയുന്ന കാര്യം നിലനിൽക്കുകയില്ല എന്നാണ്. ഇതൊരു ഡിഫമേഷൻ കേസ് വേണമെങ്കിൽ സിന്ധു ജോയ്ക്ക് കൊടുക്കാം. മുമ്പ് എറണാകുളത്ത് ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മുമ്പ് പബ്ലിഷ് ചെയ്ത, ക്രൈമിൽ പബ്ലിഷ് ചെയ്തു, മറ്റു പത്രദൃശ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. അതും സിന്ധു ജോയ് പുറത്തുവിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അവരെ പാർട്ടി ഒരു കറിവേപ്പില പോലെ ചവറ്റുകൊട്ടയിലെറിഞ്ഞു എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് യഥാർത്ഥത്തിൽ ഞാൻ അതിനെ ആസ്പദമാക്കിയിട്ടാണ് അവരെ കറിവേപ്പില പോലെ പാർട്ടി ദുരുപയോഗിച്ചു, MABയുടെ പെറ്റാണ്, കുന്താണ്, കൊടച്ചക്രാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലെ അടിക്കാനും ഇടിക്കാനും പോരാടാനുമുള്ള കഴിവുകൾ നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് താൻ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളിൽ പോയി അവർ സഞ്ചരിച്ചിട്ടുള്ളതും ക്ലാസ്സുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതും എന്നാണ് പലരോടും MABB പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല. കാരണം MABB എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. മഹാകള്ളനും പെരുങ്കള്ളനുമാണെന്നുള്ളത് ഞാൻ കോടതിയിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ആ പെരുങ്കള്ളൻ്റെ കൂടെ പോയിട്ട് എന്ത് നേടി സിന്ധു ജോയ്ക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞില്ലേ കറിവേപ്പില പോലെ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ഇപ്പോൾ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് എന്നെയും നേരത്തെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഇത് അറിയാൻ കാരണം VK ബൈജു എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ സൈബർ പോലീസിൽ പോയപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞ കാര്യമാണ് എന്നെ അറിയിച്ചത്. അപ്പോൾ തന്നെ എന്നോട് ജാമ്യത ടീച്ചർ ഈ കാര്യം അറിയിച്ചു. ഞാൻ അപ്പോൾ തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ തന്നെ ഇത് MABB കൊടുത്തു എന്നാണ് ഞാൻ കരുതിയത്. MABB ആണെങ്കിൽ എനിക്ക് എല്ലാ രേഖകളുമായി നേരെ അങ്ങോട്ട് ചെല്ലാം എന്നാണ് കരുതിയെങ്കിലും സിന്ധു ജോയെ കൊണ്ട് MABB കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ പിണറായി വിജയൻ കൊടുപ്പിക്കുകയോ അത് വെച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി നടത്താനുമുള്ള ഗൂഢോദ്ദേശമാണ് തിരുവനന്തപുരം സൈബർ പോലീസിനെ കൊണ്ട് ചെയ്തത്. ഈ സൈബർ പോലീസിന് വിവരമില്ലാത്ത പോലീസുകാരാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ കള്ള കേസുകൾ എടുക്കാൻ, അതായത് ഓരോ വകുപ്പും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം.
എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കള്ളക്കേസ് എടുക്കാൻ കഴിയുക? ഒരു കള്ളക്കേസ് എടുക്കുക, ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക. മുമ്പ് പിണറായി വിജയന്റെ 25,000 കോടി രൂപയുടെ പണം, വിദേശത്തുള്ള പണത്തെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകൾ എൻ്റെ കൈവശം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം എനിക്കെതിരെ ഒരു കള്ളക്കേസുമായി വരികയും എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി. ഏതായിരുന്നു കേസ് അറിയാമോ? വീണ ജോർജിനെ കൊണ്ട് ഒരു കള്ളപ്പരാതി കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യിച്ചു, അർദ്ധരാത്രി വരെ എത്തിച്ച് അവസാനം കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കി. ഇവിടെയും അതുപോലെയായിരുന്നു. നമ്മുടെ ഷാജൻ സ്കറിയെ അർദ്ധരാത്രിയാണ് മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയത്. സത്യത്തിൽ മജിസ്ട്രേറ്റ് ഓൺ ദ സ്പോട്ട് തന്നെ സത്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം കൊടുത്തു. ഇത് തന്നെയാണ് കേരളത്തിൽ നിന്ന് പോലീസ് രാജാണ്, ഗുണ്ടാ രാജാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവൻ ഭരിക്കുമ്പോൾ ഇതല്ലാതെ വേറെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഒരു മണ്ണാങ്കട്ടയുമല്ല. എനിക്കെതിരെ എടുത്ത ഒരു കേസും സത്യസന്ധമല്ല, എല്ലാം കള്ളക്കേസാണ്. എന്നെ 34 ദിവസമാണ് ഇതേപോലെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ജയിലിൽ അടച്ചിട്ടുള്ളത്. ഹൈക്കോടതി പറഞ്ഞ എന്താ കേസിൽ? എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നാണ്. നന്ദി, നമസ്കാരം.